നഗരിയിലൂടെയുള്ള പഠനയാത്ര എന്ന് തന്നെ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കയറിയപ്പോ നിങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ ഒരു പേപ്പറും ഒരു പേനയൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അതെന്തിനാണ് തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മൾ ചെറിയ ഒരു ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിക്കും. ഇവിടെ നടന്ന ഈ വർത്തമാനത്തൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു 10ഓളം ചോദ്യങ്ങൾ, ദീർഘമായിട്ടുള്ളതല്ല, ഒരു 10 ഏറ്റവും ലളിതമെന്ന് തോന്നുന്ന 10 ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ആ ചോദ്യങ്ങളില് അതിൽ പങ്കെടുത്ത് എല്ലാവരും പങ്കെടുക്കണം എന്നാണ്. അങ്ങനെ പങ്കെടുത്ത് അതില് എന്താ പറയാ 1ഉം 2ഉം 3ഉം ഒക്കെ സ്ഥാനം നേടുന്ന ആളുകൾക്ക് എന്താണ് മജീദ് സാഹിബ് സമ്മാനല്ലേ? അത് സമ്മാനം ഉണ്ടാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സമ്മാനം ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ എല്ലാവരും പങ്കെടുക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക എന്നതാണ് പ്രത്യേകമായി സൂചിപ്പിക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മള് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് അല്ല കൃത്യമായി പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കണം, എന്നെ പറഞ്ഞു കേട്ടോ, ഇടത്തേക്കാണ് കേട്ടോ, ഒന്നുകൂടി യൂട്ടടിച്ചു തരണം. അപ്പോ നമ്മള് ഇപ്പൊ പോകുന്നത് എവിടേക്കാന്ന് ചോദിച്ചാല് മദീനയുടെ എന്താ പറയാ ആ ഒരു കിഴക്ക് ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. വടക്ക് കിഴക്ക് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ സാധാരണ ഇവിടെ നമ്മൾ സിയാറ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ പോകാറുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് മസ്ജിദ് കിബിലത്തേനി, ഉഹുദ് കഴിഞ്ഞിട്ട് കിബിലത്തേനി, അങ്ങനെ ഹന്തക്ക്, കുബ ആ വഴിക്ക് അങ്ങോട്ടാണ് സാധാരണ പോകാറുള്ളത്. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയാം, അല്ലെങ്കിൽ തെക്ക് ഭാഗം എന്നൊക്കെ പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് സാധാരണ പോകാറുള്ളത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാല് നമ്മള് അങ്ങോട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്ക് ആ ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് ചുറ്റിയിട്ട് അതിലങ്ങനെ ചുറ്റി വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാല് ഒരുപാട് ചരിത്ര സ്ഥലങ്ങൾ ആ ഭാഗത്ത് കിടക്കുന്നുണ്ട്. ആ ചരിത്ര സ്ഥലങ്ങൾ കണ്ടെത്താനും അവിടെ നിന്നുകൊണ്ട് അതിന് ചരിത്രമൊക്കെ എന്താണെന്ന് സാമാന്യമായി പറയുക. നമ്മൾ ഈ ട്രിപ്പ് ഏകദേശം ഒരു വൈകുന്നേരം ഒരു 4:30-5 മണി വരെയാണ് നമ്മളിത് ആഗ്രഹിക്കുന്നത്. 5 മണിയുടെ ഉള്ളിൽ നമുക്ക് എത്താവുന്ന അത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നെത്തുകയാണ് ചെയ്യാം. അപ്പോ കുറെ സ്ഥലങ്ങൾ നമ്മൾ അവിടെ എത്തുമ്പോ അത് അവിടെ ഇറങ്ങി വിശദീകരിക്കേണ്ടതുണ്ടാവും. ചിലതൊക്കെ വാഹനത്തിൽ നിന്നായിരിക്കും നമ്മൾ പറയാം. സമയപരിമിതി മൂലം ചിലതൊക്കെ നമ്മൾ വാഹനത്തിൽ നിന്ന് പറയും. അപൂർവം ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇറങ്ങും. അതിന്റെ ചരിത്രമൊക്കെ വിശദമായി പറഞ്ഞങ്ങനെ പോകുന്ന ഒരു രീതിയാണ് ഉണ്ടാവും കേട്ടോ. പ്രിയമുള്ളവരിപ്പോ നമ്മൾ പോകുന്നത് ഉഹുദ് മലയാണ് നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജ്റ 3-ാം വർഷം